തിരിച്ചറിഞ്ഞോ? കലാപം നടത്തിയവർ, കൊന്നൊടുക്കിയവർ, പകരം വീട്ടിയവർ, തന്റെ സഹോദരന്റെ അടിവയറ്റിൽ കടാര കുത്തിക്കയറ്റിയവൻ, അവൻ വീട് വിട്ടുപോയി, അവൻ നാട് വിട്ടുപോയി, അവൻ ഒളിവിലായി. പക്ഷേ ആ നാട്ടിൽ ജീവിക്കുന്ന പിഞ്ചോമനകളുണ്ട്, ആ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ കാണാൻ എവിടെ പോയി ജിഹാദി വീര്യം ഉൾക്കൊണ്ടവർ? എവിടെ പോയി പാതിരാത്രികളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തീവ്രവാദം പ്രസംഗിച്ച നേതാക്കന്മാർ എവിടെ പോയി? പാവപ്പെട്ട ദുർബലന്മാരായ മക്കൾ, ആ മക്കളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ ആ വിഷം കോരിയിട്ടിട്ട് അവരുടെ മനസ്സ് പൊള്ളിച്ച് പരസ്പരം അകറ്റിയ വർഗീയവാദികൾ പിന്നെ ഇവിടെ പോയി? പിന്നെ കാണുന്നില്ല. മാറാടിന്റെ പിന്നെയുള്ള ചിത്രം, ആ കലാപത്തിന് ശേഷമുള്ള ചിത്രം, ആ ചിത്രം വളരെയധികം ബീഭത്സമാണ്. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? എന്താണ് അവിടുത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ? കാണൂ നിങ്ങൾ ഒരു നിമിഷം. ശാരീരിക പരിശീലനം നേടുന്ന കുട്ടികൾ കടപ്പുറത്ത് തിരതല്ലി നടന്ന ബാല്യം ഉപേക്ഷിച്ച് അവർ മുതിർന്നവരുടെ കൂട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കും ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽക്കാരായ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ളതോ അവരെ കീഴ്പ്പെടുത്തി അവരുടെ സ്ഥലം ആയിട്ടുള്ളതല്ല. ഞങ്ങളായിട്ട് ഒരു പരിപാടിക്കും പോക്കില്ല. പിന്നെ അവരായിട്ട് ഇനി വന്നാൽ വിടൂല്ല. ആദ്യം കുറെ ആളുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചാളുള്ള എന്നെ കൊണ്ട് കളിക്കാനൊന്നും അത്ര ആളില്ല. 3 വർഷം മുമ്പ് ഞങ്ങളോട് സംസാരിച്ച കുട്ടികളെ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. എങ്കിലും മാറാട്ടെ കുട്ടികളുടെ കളിക്കൂട്ടുകൾ ഇപ്പോഴും സമുദായത്തിന്റെ വേലിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തുന്നുണ്ട്. അവർ ഒന്നിച്ചിരുന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് അന്നേ വേർപിരിഞ്ഞിരുന്നു. കണ്ടോ? പിഞ്ചോമനകള് കരോട്ട ക്ലാസ്സില്, കളരി ക്ലാസ്സില്, RSSന്റെ ശാഖകളില്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും മേഖലകളിൽ പോയിട്ട് കളരി പഠിക്കുന്നു. കളരി പഠിക്കേണ്ടെന്നല്ല, കരോട്ട പഠിക്കേണ്ടെന്നല്ല, ആ രൂപത്തിൽ കായികാഭ്യാസങ്ങൾ പഠിക്കേണ്ടെന്നല്ല. നേരെ മറിച്ച് പഠിക്കുന്നത് എന്തിനാ? തൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന മുസൽമാനെ തുരത്താൻ. ഇങ്ങോട്ടവൻ വന്നാൽ ഞാൻ അവനെ വിടില്ല എന്ന് ഇട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പോലും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാടിന്റെ മണ്ണിൽ ആ പിഞ്ചോമനകൾ വലിച്ചെറിഞ്ഞവരെ, കാട്ടാളന്മാരെ, നിങ്ങളോട് ലോകം പൊറുക്കുമോ?